വചനോദയം. മാർക്കുസിൻ്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് അധ്യായം 7, 14 മുതൽ 23 വരെയുള്ള തിരുവചനങ്ങൾ. ജനങ്ങളെ വീണ്ടും അടുത്തേക്ക് വിളിച്ച് അവൻ പറഞ്ഞു, നിങ്ങളെല്ലാവരും എൻ്റെ വാക്ക് കേട്ട് മനസ്സിലാക്കുവിൻ. പുറമേ നിന്ന് ഉള്ളിലേക്ക് കടന്ന് ഒരുവനെ അശുദ്ധനാക്കാൻ ഒന്നിനും കഴിയുകയില്ല. എന്നാൽ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നവയാണ് അവനെ അശുദ്ധനാക്കുന്നത്. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അവൻ ജനങ്ങളെ വിട്ട് ഭവനത്തിലെത്തിയപ്പോൾ ഈ ഉപമയെക്കുറിച്ച് ശിഷ്യന്മാർ ചോദിച്ചു. അവൻ പറഞ്ഞു, നിങ്ങളും വിവേചനാശക്തിയില്ലാത്തവരാണ്. പുറമേ നിന്ന് മനുഷ്യന്റെ ഉള്ളിൽ പ്രവേശിക്കുന്ന ഒന്നിനും അവനെ അശുദ്ധനാക്കാൻ സാധിക്കുകയില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? കാരണം അവ മനുഷ്യന്റെ ഹൃദയത്തിൽ പ്രവേശിക്കുന്നില്ല, പിന്നെയോ ഉദരത്തിലേക്ക് കടക്കുകയും വിസർജിക്കപ്പെടുകയും ചെയ്യുന്നു. എല്ലാ ഭക്ഷണപദാർത്ഥങ്ങളും ശുദ്ധമാണെന്ന് അങ്ങനെ അവൻ പ്രഖ്യാപിച്ചു. അവൻ തുടർന്നു, ഒരുവന്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന കാര്യങ്ങളാണ് അവനെ അശുദ്ധനാക്കുന്നത്. എന്നാൽ ഉള്ളിൽ നിന്നാണ്, മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നാണ് ദുശ്ചിന്ത, പരസംഗം, മോഷണം, കൊലപാതകം, വ്യഭിചാരം, ദുരാഗ്രഹം, ദുഷ്ടത, വഞ്ചന, ഭോഗാസക്തി, അസൂയ, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നത്. ഈ തിന്മകളെല്ലാം ഉള്ളിൽ നിന്ന് വരുന്നു. അവ മനുഷ്യനെ അശുദ്ധനാക്കുകയും ചെയ്യുന്നു. വചന വിചിന്തനം. ഒരു വ്യക്തിയെ മലിനമാക്കുന്നത് ബാഹ്യ ഘടകങ്ങളല്ല, മറിച്ച് ഹൃദയത്തിൻ്റെ അവസ്ഥയാണെന്ന് യേശു പഠിപ്പിക്കുന്നു. ഹൃദയത്തിൻ്റെ ആന്തരിക അവസ്ഥയെ അവഗണിച്ചുകൊണ്ട് ആചാരങ്ങളിലും പാരമ്പര്യങ്ങളിലും വ്യാപൃതരാകുന്നത് നല്ലതല്ല. കാരണം ഹൃദയത്തിൽ നിന്നാണ് തിന്മകൾ ഉത്ഭവിക്കുന്നത്. ഈ തിന്മകൾ മനുഷ്യഹൃദയത്തിൻ്റെ അന്തർലീനമായ അധപതനത്തിന് കാരണമാകും. നമ്മുടെ പാപപൂർണമായ ഹൃദയം ശുദ്ധീകരിക്കാൻ രക്ഷകനായ യേശുവിന് മാത്രമേ സാധിക്കൂ. നാം യേശുക്രിസ്തുവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ സ്വീകരിക്കുമ്പോൾ ഉള്ളം ശുദ്ധമാകും. പുതിയ സ്വഭാവവും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും ലഭിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ ഹൃദയങ്ങളെ സമർപ്പിക്കുമ്പോഴാണ് യഥാർത്ഥ രൂപാന്തരീകരണം നമ്മിൽ നടക്കുന്നത്. ശുദ്ധമായ ഒരു ഹൃദയം നട്ടുവളർത്താം. ദൈവവചനം വായിക്കുന്നതിലൂടെയും ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കുന്നതിലൂടെയും ദൈവത്തിന് അനുയോജ്യമായി ജീവിക്കുന്നതിലൂടെയുമാണ് ഇത് സാധ്യമാകുന്നത്. ആന്തരിക ശുദ്ധീകരണത്തിലേക്ക് ക്ഷണിക്കുന്ന യേശുവിനെ നമുക്ക് അനുധാവനം ചെയ്യാം.